കിഫ്ബിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. സമിതി രൂപം നൽകി UDF സർക്കാർ. സാമ്പത്തിക സാങ്കേതിക ഘടനകളിൽ പരിശോധന. കിഫ്ബി അഴിച്ചുപണിക്കായി സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. കിഫ്ബിയിൽ സമഗ്രമായി പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥ സുധാപിള്ളയെ വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. ഈ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കിഫ്ബിയുടെ സാമ്പത്തിക സാങ്കേതിക ഘടനകളിൽ പരിശോധന നടക്കും. സംസ്ഥാന വികസനത്തിന് കുറ്റമറ്റ സംവിധാനമായി കിഫ്ബിയെ മാറ്റണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. കൂടാതെ പുനഃസംഘടനയ്ക്കുള്ള സമഗ്ര നിർദ്ദേശവും സമിതി സമർപ്പിക്കണം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സുപ്രധാന നീക്കമാണിത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ 5 അംഗ സമിതിയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ മുൻ MDയും CEOയുമായ ശ്യാം ശ്രീനിവാസൻ, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ നീലേഷ് വികാംസെ, CAG ഓഡിറ്റ് ബോർഡ് മുൻ ഡയറക്ടർ H. ശുഭലക്ഷ്മി നാരായണൻ, കേന്ദ്ര സർക്കാരിലെ മുൻ റവന്യൂ സെക്രട്ടറി ഡോക്ടർ തരുൺ ബജാജ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. കിഫ്ബി ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പ്രവർത്തനം ഭരണഘടനാപരവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നതടക്കം പരിശോധിക്കും. കിഫ്ബിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ പ്രസക്തിയും പരിശോധനാ വിഷയമാകും. കിഫ്ബിയുമായി ബന്ധപ്പെട്ട VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സുപ്രധാന നീക്കമാണിത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ 5 അംഗ സമിതിയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ മുൻ MDയും CEOയുമായ ശ്യാം ശ്രീനിവാസൻ, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ നീലേഷ് വികാംസെ, CAG ഓഡിറ്റ് ബോർഡ് മുൻ ഡയറക്ടർ H. ശുഭലക്ഷ്മി നാരായണൻ, കേന്ദ്ര സർക്കാരിലെ മുൻ റവന്യൂ സെക്രട്ടറി ഡോക്ടർ തരുൺ ബജാജ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. കിഫ്ബി ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പ്രവർത്തനം ഭരണഘടനാപരവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നതടക്കം പരിശോധിക്കും. കിഫ്ബിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ പ്രസക്തിയും പരിശോധനാ വിഷയമാകും.